കോൺഗ്രസ് പറയുന്നത് പാർട്ടി നേരത്തെ തന്നെ രാഹുലിനെതിരെ നടപടിയെടുത്തു. ഒരു കേസ് വരുന്നതിന് മുൻപ് തന്നെ ആളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നാണ്. എന്നാൽ ഒരു കേസ് വന്നിട്ട് പോലും മുകേഷിനെ CPM സംരക്ഷിച്ചു നിർത്തിയെന്നാണ് കോൺഗ്രസ് തിരിച്ചടിക്കുന്നത്. അത് കോൺഗ്രസിലെ ഒരു വിഭാഗം അത്തരമൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ കോൺഗ്രസ് ആ നയം അംഗീകരിച്ചിട്ടാണോ? ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എന്ത് ധൈര്യത്തോടു കൂടിയിട്ടാണ് ഇത്തരം കഥാപാത്രങ്ങളെ രംഗത്തിറക്കുന്നത്? നിങ്ങൾ ഈ നാട് ലജ്ജിച്ചു പോകില്ലേ? കേരളം ഈ സംസ്കാരത്തിൻ്റെ നാടാണ്. തെറ്റുകളെ തെറ്റുകളായി കാണണ്ടേ? രാഷ്ട്രീയ നേതാക്കൾ അവരുടെ മാന്യതയും ഈ സമൂഹത്തിൻ്റെ മാതൃകയുമാകണ്ടേ? രാഷ്ട്രീയ നേതൃത്വത്തിന് പെശക് പറ്റിയാൽ, ഇത്തരത്തിൽ സംഭവിച്ചാൽ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഉണ്ടാക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ മൂല്യച്യുതി എത്ര വലുതാണ്? നിങ്ങളത് കാണൂ. ഇവിടുത്തെ പ്രശ്നം, ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും നിങ്ങൾ മറ്റു കാര്യങ്ങൾ ഉന്നയിച്ച് കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വാദഗതികളാകരുത്. ഓരോ പ്രശ്നത്തെയും അതതിൻ്റെ വസ്തുതകൾ വെച്ചുകൊണ്ട് സമീപിക്കൂ. ഇവിടുത്തെ പ്രശ്നവും അതാണ്. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യം, ഇത്തരമൊരു ആരോപണം വന്നാൽ പിന്നെ പാർട്ടിയിലുണ്ടാകില്ലെന്ന് മാത്രമല്ല സമൂഹത്തിൽ നിൽക്കുമോ? എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ പിന്നീട് പ്രവർത്തിക്കാൻ സാധിക്കുക? ഇത് ഒരു കേസാണെന്ന് നിങ്ങൾ ധരിക്കണ്ട. വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇന്നലെ ചാനൽ ചർച്ചയിൽ പലരും മഹൽ വ്യക്തിത്വമുള്ള ആളുകൾ തന്നെ പറയുന്നത് കേട്ടു ഞാൻ. ആകെ ഈ കേരളത്തിൻ്റെ സാംസ്കാരിക കേരളത്തിന് അപമാനകരമായിട്ടുള്ള വാർത്തകളാണ് അതിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണോ കേരളം? 3.5 കോടി മലയാളികളുടെ ജന്മനാട് ഈ സംസ്കാരമാണോ ഉയർത്തിപ്പിടിക്കേണ്ടത്? നമ്മൾ അതാണ് ചിന്തിക്കേണ്ടത്. ഇത് ആവർത്തിക്കപ്പെടരുത്. ഇത്തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടാകരുത്. രാഷ്ട്രീയത്തിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കണം. കോൺഗ്രസ് ഇതെല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിച്ച പാർട്ടിയായതുകൊണ്ട് അതതിൻ്റെ അന്തിമ നാളുകളിലേക്ക് സഞ്ചരിക്കുന്നത് കൊണ്ട് കോൺഗ്രസ് ഇത് സ്വീകരിച്ചു പോരുന്നു. ഈ രാഷ്ട്രീയം നോക്കാതെ ഇരകൾക്കൊപ്പം നിൽക്കാൻ നേതാക്കൾക്ക് കഴിയാതെ വരുന്നുണ്ടോ? മുകേഷിന്റെയും രാഹുലിന്റെയും കാര്യത്തിൽ അത് വ്യത്യസ്ത നിലപാട് സ്വീകരിക്കപ്പെടുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോഴുള്ള പ്രശ്നം വെച്ചുകൊണ്ട് കാര്യങ്ങൾ പറയൂ. ഒരു നൂറ്റാണ്ടിന് മുമ്പ് ഇതുപോലെ സംഭവങ്ങളൊക്കെ എടുത്ത് ഇപ്പോൾ ഉദ്ധരിക്കേണ്ട സമയമല്ല. ഇപ്പോൾ വന്ന പ്രശ്നം, ഇപ്പോൾ ഉന്നയിക്കേണ്ട പ്രശ്നം ഈ പ്രശ്നമാണ്. ഇപ്പോൾ ഈ പ്രശ്നത്തിൽ എന്തിനാണ് ഉന്നയിക്കുന്നത്? കുറ്റവാളിയെ രക്ഷിക്കാനാണ്. ആ നിലപാടൊരു മാധ്യമം സ്വീകരിക്കരുത്. നിങ്ങൾ ആരാകട്ടെ, രാഷ്ട്രീയമെന്ന് നിങ്ങൾ നോക്കണ്ട. തെറ്റുകളെ തെറ്റുകളായി കാണൂ. ഈ നാടിൻ്റെ സംസ്കാരം ഉയർത്തിപ്പിടിക്കൂ. കേരളത്തെ പരിഹസിക്കുകയല്ലേ മറ്റ് ജനങ്ങൾ? ഈ കേരളത്തിന് എത്രമാത്രം അപമാനകരമായ സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രാഷ്ട്രീയ നേതൃത്വമല്ലേ? കോൺഗ്രസിൻ്റെ ഉന്നത അധികാര സമിതിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തൊക്കെയാണ് കേൾക്കുന്നത്? മാനവും മര്യാദക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അതിനോട് കോൺഗ്രസ് ഈ സമീപനമാണോ സ്വീകരിക്കേണ്ടത്? ഇതിലിപ്പോൾ ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് MP ഉണ്ണിത്താൻ പറഞ്ഞത്, ഇതിൽ ഒരു രാഹുലിനെ, അതായത് നാറിയാളെ തൊട്ടവൻ നാറുന്നു. പക്ഷെ അതിനെതിരെ ഇന്ന് MP കെ സുധാകരൻ, മുൻ KPCC പ്രസിഡന്റ് കൂടി പറഞ്ഞത് വായി തോന്നിയത് കോതയ്ക്ക് പാട്ടാണ്, ആ രീതിയിലാണ് ഉണ്ണിത്താൻ പറയുന്നതെന്നാണ്. അപ്പോൾ ഇവർക്കിടയിൽ തന്നെ അത് ഉണ്ണിത്താനോട് ചോദിച്ചാൽ അതിൻ്റെ ബാക്കി പത്രം പറയും. അത് എൻ്റെ നാവിൽ നിന്ന് വരണം എന്ന് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അല്ല, അതിൽ കെ സുധാകരന് മറിച്ചൊരു അഭിപ്രായമാണ്. കെ സുധാകരൻ നേരത്തെയും രാഹുലിന് തെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. ഇത്തരമൊരു സംഭവം, ഞാൻ ഏതെങ്കിലും ഒരാളുടെ അഭിപ്രായത്തെ അല്ലെ, ഇത്തരമൊരു സംഭവം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായാൽ രാഷ്ട്രീയ നേതൃത്വം എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? അതിൽ VD സതീശൻ പ്രതികരിച്ചിട്ടുണ്ട്. ഒരു പൊളിറ്റീഷ്യൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ശരിയാ. അതിനോടൊപ്പം കോൺഗ്രസ് ഉണ്ടോ? കോൺഗ്രസ് ഒരു വിഭാഗം ഈ തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുകയാണ്. അതാ കോൺഗ്രസിൻ്റെ അവസ്ഥ. അത് നിങ്ങൾ വിലയിരുത്തും. അത് ഞാൻ വിലയിരുത്തേണ്ട കാര്യമല്ല. നിങ്ങൾ തന്നെ പറയുന്ന കോൺഗ്രസിൻ്റെ മുൻ KPCC പ്രസിഡന്റ് പരസ്യമായി ഇയാളെ ന്യായീകരിക്കുന്നു. VD സതീശൻ ശക്തമായിട്ട് അയാളുടെ നടപടി എതിർക്കുന്നു. അതുപോലെ തന്നെ ഉണ്ണിത്താൻ ശക്തമായി എതിർക്കുന്നു. എങ്ങനെയാണ് ഇതിനെ അനുകൂലിക്കാൻ സാധിക്കുക? ഇത്തരമൊരു ഹീനകൃത്യത്തെ എത്ര മ്ലേച്ഛമാണ്, എത്രമാത്രം നമ്മുടെ സമൂഹത്തെ പരിക്കേൽപ്പിച്ചിട്ടുള്ളതാണിത്. ഇതിന് ഏതെങ്കിലും ഒരു മനുഷ്യന് ന്യായീകരിക്കാൻ കഴിയുമോ? അതാണ് നമ്മൾ കാണേണ്ടത്. ആ കാര്യങ്ങളാണ് ഇപ്പോഴത്തെ സജീവമായിട്ടുള്ള ചർച്ച. ന്യായീകരിക്കാൻ പോകുന്നവർ, ഇതിലിപ്പം രാഹുലിന്റെ അഭിഭാഷകരടക്കം പറയുന്നത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കുകയായിരുന്നു ആ പെൺകുട്ടി,
അത് ഒക്കെ ഈ ഒരു സമയത്ത് കൊടുത്തത് മുഖ്യമന്ത്രിക്ക് എടുത്തു പോയതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ്, അതൊരു കെട്ടിച്ചമച്ച നാടകമാണ് എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇത് ഇപ്പോഴത്തെ പ്രശ്നമില്ലേ? നേരത്തെ എന്താ രാഹുലിനെ എന്തിനാണ് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തത്? ശരിയായ നടപടി സ്വീകരിച്ചോ? ശരിയായ നടപടി സ്വീകരിച്ചില്ല. കുറ്റം ഇപ്പോഴല്ല വന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു കുറ്റം ചെയ്തിട്ട് പോലും നടപടിയെടുക്കാതെ വരുമ്പോൾ ഇതിൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീ സമൂഹത്തിന് അഭിപ്രായങ്ങളുണ്ട്. പീഡിപ്പിക്കപ്പെട്ട സ്ത്രീക്ക് നീതി കിട്ടുന്നില്ല, അവർ നീതി തേടിപ്പോകും. ആ നീതി തേടി പോകുന്നത് സ്വാഭാവികമാണ്. ഇവിടെ സംഭവിച്ചത് അതാണ്. ഇത്തരമൊരു ഗുരുതരമായ ഒന്നല്ല നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്ന വ്യക്തി പിന്നെയും രാഷ്ട്രീയ നേതാവായി നടക്കുകയാണ്. അയാൾ ഇങ്ങോട്ട് വരേണ്ടത് ആളാണെന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം പറയുന്നു. അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും, നീതി തേടി പോകും. എവിടെ നിന്ന് നീതി ലഭിക്കും അതിനനുസരിച്ചിട്ടുള്ള നിയമപരമായ നടപടികൾ ഏത് സ്ത്രീയും സ്വീകരിക്കും. സർക്കാരല്ലല്ലോ, ഇതെല്ലാം നിയമങ്ങളല്ലേ, പോലീസും നിയമങ്ങളും കോടതിയല്ലേ, ഇതെല്ലാം കോടതിയുടെ മുമ്പാകെ വരുമല്ലോ.